السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാ അത്ഭുതവുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു മേഖലയാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയഗാംഭീര്യം കൊണ്ടും അതിലെ വിജ്ഞാനീയങ്ങൾ കൊണ്ടും പ്രവചനങ്ങൾ കൊണ്ടും അതിൻ്റെ പാരായണം, അതിൻ്റെ അവതരണം, ആ നിലക്കെല്ലാം വിശുദ്ധ ഖുർആൻ മഹാത്ഭുതമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഭാഷ, അതിൻ്റെ പ്രയോഗങ്ങൾ ലോകത്ത് 1400 വർഷങ്ങളായി മഹാത്ഭുതമായി കൊണ്ട് തുടരുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത്. ലോകത്ത് ധാരാളം ഭാഷകളുണ്ട്. സെമിറ്റിക് ഭാഷകളും എമിറ്റിക് ഭാഷകളും, അതേപോലെ തന്നെ ഇന്ന് ഭാഷകളായി അറിയപ്പെടുന്ന ഇംഗ്ലീഷാകട്ടെ, ഫ്രഞ്ചാകട്ടെ, ഇങ്ങനെ ധാരാളക്കണക്കിന് ഭാഷകൾ ലോകത്ത് പിറവിയെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ മരിച്ചു കഴിഞ്ഞു, ചിലത് മരണത്തിൻ്റെ വക്കിലാണ്, ചിലത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധാരാളക്കണക്കിന് ഭാഷകൾ ഉണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അറബിയിൽ അവതരിപ്പിച്ചു? എന്തുകൊണ്ടാണ് അറബിയിൽ അവതരിപ്പിച്ചത്? എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചില്ല? എന്തുകൊണ്ട് ലോകത്തിൻ്റെ വളരെ വലിയ വലിയ ഭാഷകളായി അറിയപ്പെട്ട ഹിബ്രുവിലോ ഹരാമിക്കിലോ സുറിയാനിയിലോ ഒരുപാട് ഭാഷകളുണ്ടായിരുന്നു? എന്തുകൊണ്ട് ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട, അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് അറബിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തേ അറബി സംസാരിക്കുന്നവനും അല്ലാത്തവനും, ഇംഗ്ലീഷ് സംസാരിക്കുന്നവനും മലയാളം സംസാരിക്കുന്നവനും, ഏതേത് ഭാഷ സംസാരിക്കുന്നവനും അറബി ഭാഷ പഠിച്ച് അല്ലെങ്കിൽ അതിലൂടെ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിച്ചു? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, എന്നെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരു ഭാഷ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വിചാരങ്ങളും ആശയങ്ങളും നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരാനുള്ളതാണ് ഭാഷ. ഓരോരുത്തർക്കും അങ്ങനെ തന്നെ. ഏറ്റവും നല്ല നിലക്ക് ആശയവിനിമയം നടത്താൻ ഏറ്റവും സുന്ദരമായ ഭാഷ എന്നുള്ള നിലക്ക്, അതേപോലെ തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഷ എന്നുള്ള നിലക്ക് വലിയ ആശയങ്ങളെ, വലിയ ഗംഭീരമായ ആശയങ്ങളെ ചെറിയ വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഭാഷ എന്നുള്ള നിലക്ക് അറബി ഭാഷ ലോക ഭാഷകളുടെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നമുക്ക് കാണാം. ഇവിടെ ഇത് നമുക്കറിയാം, ഖൈ എന്ന വാക്കാണ്. അതായത് ഖാഫ്, അതിന് ഖൈ എന്ന് കസ്റ കൊടുത്തുകൊണ്ട് ഖൈ എന്ന് നമ്മൾ ഉച്ചരിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരൊറ്റ അക്ഷരമാണിത്. എന്താണ് ഇതിൻ്റെ അർത്ഥം?
നീ ഒരു പുരുഷൻ, നീ ഒരു ആണായ വ്യക്തി എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് അക്ഷരങ്ങൾ അതിലുണ്ട്. നീ എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നീ ഒരു വ്യക്തി രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ അറബി ഭാഷയിൽ ഐ എന്ന വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി. ഐ എന്ന വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയാൻ. നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഒരു പേജ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുകയാണെങ്കിൽ, മലയാളത്തിലുള്ളതാകട്ടെ ഏത് ഭാഷയിലുള്ളതാകട്ടെ, അത് അറബിയിലേക്ക് നിങ്ങൾ മൊഴിമാറ്റം നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അരപ്പേജായി ചുരുക്കാൻ സാധിക്കും. അറബി ഭാഷയുടെ പ്രത്യേകതയാണത്. ഇരിക്കട്ടെ, ഇങ്ങനെ ധാരാളക്കണക്കിന് ഭാഷകളുണ്ട്. ഈ ഭാഷകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബിയെ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഷയായിക്കൊണ്ട്, ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട മതഭാഷയായിക്കൊണ്ട്, പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഭാഷയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അറബിയിൽ അവതരിപ്പിച്ചു. എന്തുകൊണ്ട് സഹോദരന്മാരെ? അള്ളാഹുവിൻ്റെ മഹത്തായ കലാമിനെ ഉൾക്കൊള്ളാൻ, അത് ലോകത്തിന് പഠിക്കാൻ, അത് ലോകം മനസ്സിലാക്കാൻ, അത് വിശാലമായി കൊണ്ട് തന്നെ അറിയാൻ അറബി ഭാഷയ്ക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. അതെ, ഈ വിശുദ്ധ ഖുർആനിനെ നാം അറബി ഭാഷയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ. എന്തുകൊണ്ട് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു? നമുക്കൊക്കെയുള്ള മറുപടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയായിരുന്നു, മക്കക്കാർ അറബികളായിരുന്നു, അവർക്കാണ് ഇറങ്ങിയത്. ശരി, അതൊരു മറുപടിയാണ്. എന്നാൽ അത് മാത്രമാണോ സഹോദരന്മാരെ? അത് മാത്രമാണോ? എന്നാൽ വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞത് ഈ മറുപടിയല്ല എന്നുള്ളതാണ് വസ്തുത. വിശുദ്ധ ഖുർആനിൽ എമ്പാടും സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി, അറബി ഭാഷയിൽ നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു എന്നുള്ളത്. കാരണം എന്താ പറഞ്ഞത്? ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. എന്തേ? അറബി ഭാഷയിൽ ഇറക്കിയാൽ മാത്രമേ ആലോചിക്കാൻ പറ്റുകയുള്ളൂ. അതെ, ആലോചിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആലോചന നടത്താൻ, അതേപോലെ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ഥലങ്ങളിൽ, സൂറത്ത് യൂനുസിലും അതേപോലെ തന്നെ അസ്സുഖ്റുഫിലും അല്ലാഹു തആല പഠിപ്പിച്ചു ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബിയിൽ അവതരിപ്പിച്ചത്, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. തീർന്നിട്ടില്ല. ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. ഈ വിശുദ്ധ ഖുർആനിനെ അതേ അറബി ഭാഷയിൽ, വക്രതയില്ലാത്ത, വളവില്ലാത്ത അറബി ഭാഷയിൽ നാം ഇറക്കി. ലഅല്ലഹും യത്തഖൂൻ, അവർ മുത്തഖികളാകുന്നതിനു വേണ്ടി, പടച്ചറബിനെ ഭയപ്പെട്ട്, പടച്ചറബിനെ അറിഞ്ഞ്, പടച്ചറബിനെ മനസ്സിലാക്കി ജീവിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ നാം ഇതിനെ ഇറക്കി. എന്തേ? മറ്റുള്ള ഭാഷയിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയില്ലേ? അല്ലെങ്കിൽ ഇത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ലേ? അല്ലെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കുകയില്ലേ? മറ്റുള്ള ഭാഷകളെ പോലെയല്ല അറബി ഭാഷ. തീർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. മറ്റൊരു ആയത്ത് നോക്കൂ നിങ്ങൾ, കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സമുദായം അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറബിയിൽ ഇതിനെ അവതരിപ്പിച്ചു. അടുത്തൊരു ആയത്തിൽ പറയുന്നു, ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. ഇത് മക്കക്കാരും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടുള്ള ആളുകൾ പഠിക്കുന്നതിന് വേണ്ടി, അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ മറുപടിയാണ്. എന്തുകൊണ്ടിറക്കി? മക്കക്കാർ പഠിക്കാൻ വേണ്ടി, അറബികൾ പഠിക്കാൻ വേണ്ടി. അതും ഒരു മറുപടിയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ അക്രമികളായ ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടി, അതേപോലെ തന്നെ മുഹ്സിനീങ്ങളായ ആളുകൾക്ക്, നല്ല ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു വബുഷ്റ, അവർക്കുള്ള സന്മാർഗമായിക്കൊണ്ട്.
അല്ലെങ്കിൽ അവർക്കുള്ള സന്തോഷ വാർത്ത ആയിക്കൊണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പ്രമാണമായിക്കൊണ്ട്, ലോകത്തിന് നിയമമായിക്കൊണ്ട്, നിർദ്ദേശമായിക്കൊണ്ട്, ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ, ഏത് ദേശക്കാരനാകട്ടെ, ഏത് വർണ്ണക്കാരനാകട്ടെ, ആരായിക്കൊള്ളട്ടെ, വിശുദ്ധ ഖുർആൻ അറബിയിൽ അവതരിപ്പിച്ചു. എന്തിനു വേണ്ടി? നിങ്ങൾ കൃത്യമായി ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും അതേപോലെ തന്നെ സന്തോഷ വാർത്തകളും അറബിയല്ലാത്തൊരു ഭാഷയിൽ നിങ്ങൾക്ക് ഇത്രയധികം സ്പഷ്ടമായി കൊണ്ട് വ്യക്തമാക്കി തരാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു എന്ന് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ആളുകൾ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല സഹോദരന്മാരെ. നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, വിശുദ്ധ ഖുർആൻ എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ഏതാണ്? നമുക്കറിയാം, ഭാഷയിൽ ഗദ്യമുണ്ട്, പദ്യമുണ്ട്, പോയട്രി. വിശുദ്ധ ഖുർആൻ എന്താണ്? വിശുദ്ധ ഖുർആൻ ഗദ്യമോ അല്ലെങ്കിൽ പദ്യമോ അല്ല. ഭാഷയിൽ ഒരാൾ ഒരു സൃഷ്ടിരചന നടത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഗദ്യമായിരിക്കും അല്ലെങ്കിൽ പദ്യമായിരിക്കും. നോക്കൂ നിങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഗദ്യമാക്കിയിട്ടില്ല, പദ്യമാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നാക്കിക്കൊണ്ട് ഖുർആനായിക്കൊണ്ട് പണ്ഡിതന്മാർ അതിനെ ചർച്ച ചെയ്തപ്പോൾ വിശുദ്ധ ഖുർആൻ ഷിഅറാണോ? ഷിഅറല്ല, പദ്യമല്ല. വിശുദ്ധ ഖുർആൻ നസ്റാണോ? ഗദ്യമാണോ? ഗദ്യമല്ല. പിന്നെ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഇത് രണ്ടുമല്ല, ഖുർആനാണ്. ഇതൊന്നുമല്ലാത്ത ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി, അതേപോലെ തന്നെ അതിൻ്റെ വചനങ്ങൾ, അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ അക്ഷരങ്ങൾ എല്ലാം വളരെയധികം അത്ഭുതകരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോർത്തിണക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുത്തും വായനയും അറിയില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ സാഹിത്യ സാമ്രാട്ടുകളായ അറബികളോട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. ഗദ്യമാണോ? ഗദ്യമല്ല. പദ്യമാണോ? പദ്യമല്ല. ഒന്നുമല്ലാത്ത, ഇത് രണ്ടുമല്ലാത്ത അത്ഭുതകരമായ വാചകഘടനകളും അത്ഭുതകരമായ വാക്കുകളും ആശയങ്ങളുമുള്ള വിശുദ്ധ ഖുർആനിനെ നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇസ്ലാമിന് എന്നും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ 1-ാം തീയതി മുതലേ ശത്രുക്കൾ പിറവിയെടുത്തിട്ടുണ്ട്. ഈ ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്. അവർക്കറിയാം അല്ല എന്ന്. മനസ്സമാധാനത്തിന് അവർ പറഞ്ഞു. അവർക്കറിയാം മുഹമ്മദിന് ആരോ ചൊല്ലിക്കൊടുത്തതാണ്, അല്ല എന്ന് അവർക്കറിയാം. ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞപ്പോഴും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറ്റാരോപണങ്ങൾ നടത്തിയപ്പോഴും 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തെ ശത്രുക്കളെ വെല്ലുവിളിച്ചു. നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. നിരക്ഷരനായ മുഹമ്മദിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ സാഹിത്യ സാമ്രാട്ടുകളായ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ പ്രയാസമില്ലല്ലോ. ആരായിരുന്നു അറബികൾ? നമുക്കറിയാം അറബികളുടെ പ്രത്യേകത, ഗോത്രങ്ങളായി ജീവിക്കുന്നു, അതേപോലെ തന്നെ കബീലകളായി ജീവിക്കുന്നു. ഈ അറബികൾ അവരുടെ ഗോത്രവഴക്കുകളിലാണ് അവരുള്ളത്. പരസ്പരം യുദ്ധം ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. എന്നും ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള നിലക്ക്. അതുകൊണ്ട് തന്നെ ഓരോ ഗോത്രങ്ങളും അവർക്ക് നല്ല പടയാളികൾ ഉണ്ടാകും. അതേപോലെ തന്നെ തൻ്റെ എതിർ ഗോത്രത്തെ അല്ലെങ്കിൽ ശത്രുവിനെ ഏറ്റവും നല്ല രീതിയിൽ പാട്ടിലൂടെ, കവിതയിലൂടെ മോശമാക്കാനും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും ആക്ഷേപഹാസ്യങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് നല്ല കവികളെ അവർ വളർത്തിയെടുത്തിരുന്നു. ഏറ്റവും നല്ല പ്രഭാഷകന്മാരെ അവർ വളർത്തിയെടുത്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല കവികളും ഏറ്റവും നല്ല പ്രഭാഷകന്മാരുമുള്ള ഇന്ന് ലോക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ, സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അറബികൾ എഴുതി വെച്ചിട്ടുള്ള അവരുടെ ജാഹിലിയ കവികൾ എഴുതി വെച്ചിട്ടുള്ള അവരുടെ കവിതകൾ ഇന്നും സാഹിത്യ ലോകത്ത്, അറബി സാഹിത്യത്തിൽ മാത്രമല്ല സാഹിത്യ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നു. മുഅല്ലഖകൾ ഇതെല്ലാം എഴുതി രചിച്ച അവർക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി നിലനിൽക്കുന്നു. ഇന്നും വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, അല്ല
അം യഖൂലൂന തകവ്വലഹു ബൽ ലാ യുഅ്മിനൂൻ, അതല്ല അവർ പറയുകയാണോ ആ പ്രവാചകൻ ഇതിനെ കെട്ടിയുണ്ടാക്കിയതാണ്, മുഹമ്മദ് കെട്ടി എഴുതിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നു. ഫൽയഅ്തൂ ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ. മുഹമ്മദ് അങ്ങനെ കെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ ഫൽയഅ്തൂ ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ, ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? 1400 വർഷങ്ങളായി ഇതുപോലെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി മറ്റൊരു ആയത്തിലൂടെ, അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅ്തൂ ബിഅശരി സുവരിൻ മിസ്ലിഹി മുഫ്തറയാതിൻ വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. വല്ലാത്ത വചനമാണ് സഹോദരന്മാരെ. അം യഖൂലൂന ഇഫ്തറാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണോ എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഒരു വിശുദ്ധ ഖുർആനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ പോകട്ടെ, നിങ്ങളൊരു 10 സൂറത്ത് കൊണ്ടുവരൂ. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. സാധിച്ചോ? അവർക്ക് സാധിച്ചില്ല. വേണ്ട, അവർക്ക് സാധിച്ചില്ല. 1400 വർഷങ്ങളായിക്കൊണ്ട് വലിയ ചോദ്യചിഹ്നമായി അതേ ശത്രുക്കൾക്ക് മുമ്പിൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഒരാൾക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല, ഒരാൾക്കും സാധിച്ചില്ല. എത്രയെത്ര സാഹിത്യകാരന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അറബി ഭാഷ പഠിച്ച പടുക്കളായ ശത്രുക്കൾ ഇന്നുണ്ട്, ഓറിയന്റലിസ്റ്റുകളുണ്ട്. ഇസ്ലാമിനെ തകർക്കാൻ വലിയ 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 സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അറബി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും ഒരു സൂറത്ത് ബദൽ വെക്കാൻ, എന്നിട്ട് ആ സൂറത്ത് ഉണ്ടാക്കി ബദൽ വെച്ച് ലോകമതി ഏറ്റെടുത്തു. ശരി, വിശുദ്ധ ഖുർആനിനേക്കാളും ഉഷാറാണ് എന്ന് പറയാൻ ഒരു സൂറത്തോ ഒരു ആയത്തോ കൊണ്ടുവരൂ നിങ്ങൾ. 10 ആദ്യം പറഞ്ഞു നിങ്ങൾ ഇതുപോലൊരു വിശുദ്ധ ഖുർആൻ കൊണ്ടുവരൂ, പിന്നെ പറഞ്ഞു പറ്റൂല്ലെങ്കിൽ ഒരു 10 എണ്ണം കൊണ്ടുവരൂ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്ത് കൊണ്ടുവരൂ. നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. സാധിച്ചില്ല. സാഹിത്യ സാമ്രാട്ടുകളുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിക്കുന്നത്. സാധിച്ചില്ല, ഇന്നും സാധിക്കുന്നില്ല, ഈ എങ്ങും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുന്നില്ല. എല്ലാം അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. ഇതിന്റെ ഭാഷാപരമായ ചർച്ച മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്ത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നോക്കൂ, നിങ്ങൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം ഏതായിരുന്നു? മാരണവും പിശാചി സേവയും മൂർത്തി മദ്ഭാവത്തിൽ നിൽക്കുന്ന ഉച്ചിയിലെത്തിയ കാലഘട്ടമായിരുന്നു ഫിർഔനിന്റെ കാലഘട്ടം. അഥവാ സാഹിര്യങ്ങളായ ആളുകൾ, ജ്യോത്സ്യന്മാരായ ആളുകൾ, പിശാചിനെ സേവിക്കുന്ന ആളുകൾ. നിങ്ങൾക്കറിയാം ചരിത്രം. നോക്കൂ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു മുഅ്ജിസത്ത് കൊടുത്തത് അദ്ദേഹത്തിന് ഒരു വടിയാണ്. എല്ലാ സാഹിർമാരെയും തോൽപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുകയാണ്. അതെന്താണ്? ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ബനു ഇസ്രായേലിൽ ഒരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി എൻ്റെ തലയെടുക്കുമെന്നും അതുകൊണ്ട് എൻ്റെ കഥ കഴിക്കും ആ കുട്ടി എന്ന് ഫിർഔൻ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ എന്ത് ഫിർഔന് ബനു ഇസ്രായേലിലെ മുഴുവൻ കുട്ടികളെയും ആൺകുട്ടികളെ കൊല്ലണമെന്ന് തീരുമാനിച്ചത്. ഫിർഔൻ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ? ഫിർഔൻ എങ്ങനെയാ അറിഞ്ഞത് ബനു ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ഉണ്ടാകും, എന്നിട്ട് അവൻ എൻ്റെ തലയെടുക്കും, എന്നെ ജീവഹാനി നടത്തും എന്ന് ഫിർഔൻ എങ്ങനെ അറിഞ്ഞു? വഹ്യ് കിട്ടിയോ? ഇല്ലല്ലോ, കിട്ടൂലല്ലോ. ആര് പറഞ്ഞു? അത് സിഹറിന്റെ ഭാഗമായി മനസ്സിലാക്കിയതാണ് ജ്യോത്സ്യന്മാരിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജ്യോത്സ്യം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജ്യോത്സ്യന്മാരുള്ള നാടായിരുന്നു, അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നു അത്. അതാണ് അതിനെയെല്ലാം തോൽപ്പിക്കുന്ന, അതിനെയെല്ലാം ഒന്നുമല്ലാതെയാക്കുന്ന, തട്ടിത്തെറിപ്പിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു മുഅ്ജിസത്ത് കാണിച്ചപ്പോൾ ജ്യോത്സ്യന്മാരെല്ലാവരും സുജ്ജദ, അവർ സുജൂദ് ചെയ്തു, വിശ്വാസികളായി.
നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം വൈദ്യ പുരോഗതി വളരെ ഗംഭീരമായ വൈദ്യ പുരോഗതി ഉണ്ടായിരുന്നു എന്ന മുഫസ്സിറുകൾ പറയുന്നത്, ചരിത്രകാരന്മാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നുബുവത്ത് കൊടുത്തു. അതിലുള്ളൊരു നുബുവത്ത് എന്താണ്? അതിലുള്ളൊരു നുബുവത്ത് എന്തായിരുന്നു? അദ്ദേഹം ഫതുബിരിഉൽ അക്മഅ വൽ അബ്റസ ബിഇദ്നി, വെള്ളപ്പാണ്ടുള്ളവരെ, കുഷ്ഠമുള്ളവരെ അദ്ദേഹം സ്പർശിച്ചുകൊണ്ട് ശിഫ നടത്തുന്നു. അദ്ദേഹം അത് മാറ്റിക്കളയുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിന് വേണ്ടത് കൊടുത്തു. ഇനി നോക്കൂ, നമ്മുടെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള എന്തായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി സാഹിത്യം അതിൻ്റെ ഉത്തുംഗതയിൽ നിന്ന കാലഘട്ടമാണ്. അറബി സാഹിത്യം ഉത്തുംഗതയിൽ നിന്ന കാലഘട്ടമാണ്. ആ സമയത്ത് അറബി സാഹിത്യത്തെ വെല്ലുന്ന, ഒന്നുമല്ലാതെ ആക്കുന്ന വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തു. അന്താളിച്ച് നിന്നുപോയി അറബി സാഹിത്യകാരന്മാരായ ആളുകൾ, അന്താളിച്ച് നിന്നുപോയി. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിലൂടെ 17-ാമത്തെ അധ്യായം 88-ാമത്തെ ആയത്തിലൂടെ, قُلْ إِنِ اجْتَمَعَتِ الْإِنسُ وَالْجِنُّ عَلَىٰ أَن يَأْتُوا بِمِثْلِ هَٰذَا الْقُرْآنِ لَا يَأْتُونَ بِمِثْلِهِ وَلَوْ كَانَ بَعْضُهُمْ لِبَعْضٍ ظَهِيرًا. അല്ലാഹ് ആദ്യം പറഞ്ഞു, ഒരു ഖുർആൻ കൊണ്ടുവാ, നടക്കൂല. 10 സൂറത്ത് കൊണ്ടുവാ, നടക്കൂല. ഒരു സൂറത്ത് കൊണ്ടുവാ, നടക്കൂല. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇതാ അയ്യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ജിന്നുകളും ഇൻസുകളും ഒരുമിച്ച് കൂടിയാലും ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറാ, അതേ, അവർ ചിലർക്ക് പിന്തുണ നൽകിയാൽ പോലും, പരസ്പരം സഹായിച്ചാൽ പോലും, അതേപോലെ തന്നെ ജിന്നുകളും ഇൻസുകളും തമ്മിൽ പരസ്പരം സഹായം നടത്തിയാൽ പോലും ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. സാധിച്ചോ? സാധിച്ചില്ല. ആർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇനി നാളെ സാധിക്കുമോ? നാളെ സാധിക്കില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ, മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതില്ലേ? ഇത് പഠിക്കാനും മനസ്സിലാക്കാനും, ഇതിൻ്റെ ശൈലി, ഇതിൻ്റെ പദങ്ങൾ, ഇതിൻ്റെ പാരായണം, ഇതിൻ്റെ വിജ്ഞാനീയങ്ങൾ, ഇതിൻ്റെ അത്ഭുതങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള സംസാരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ ഇറങ്ങി. വിശുദ്ധ 108-ാമത്തെ ആയത്ത്, 108-ാമത്തെ സൂറത്തായിരുന്നു. 3 ആയത്തുകൾ, കേവലം 3 ആയത്തുകൾ. നോക്കൂ, ചെറിയ നിസ്സാരമായ ഒരു സൂറത്ത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ സൂറത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിസ്സാരമായ 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 3 ആയത്തുകൾ. പക്ഷേ വലിയ ആശയങ്ങളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. ഗംഭീരമായ ആശയങ്ങൾ, സാഹിത്യ സാമ്രാട്ടുകൾ നെട്ടിപ്പോയ ആശയങ്ങൾ. അതേ, ചെറിയ 3 ആയത്തുകളിലൂടെ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതേപോലെ തന്നെ ഇത് 3 ആയത്തുകൾ മാത്രം, 10 വാക്കുകൾ, 10 വാക്കുകൾ മാത്രം. ഇത് മീമില്ലാത്തൊരു സൂറത്താണ്. ഇതിൽ മീമില്ല. അറബികൾക്ക് മീമില്ലാത്തൊരു രചന നടത്താൻ പ്രയാസം. അതിൽ മീം ഉണ്ടായിരിക്കും അവർ രചന നടത്തുമ്പോൾ. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞത്. തീർന്നിട്ടില്ല. എല്ലാ ആയത്തുകളും റായിൽ അവസാനിക്കുന്നു. എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് റായിലാണ്, റാ എന്ന ആയത്തിലാണ്. നോക്കൂ, നമ്മൾ കേട്ടു, പാരായണം ചെയ്ത് കേട്ടു, നമുക്ക് അറിയുന്ന സൂറത്താണത്. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാ. ഇതിന്റെ മുമ്പിൽ അറബി ലോകം നെട്ടിത്തിരിഞ്ഞു നിന്നു. നെട്ടി നിൽക്കേണ്ട അവസ്ഥാവിശേഷമുണ്ടായി. കൊണ്ടുവരാൻ സാധിച്ചില്ല സഹോദരന്മാരെ. ഓരോ വാക്കുകളും അത്ഭുതകരമാണ്. നോക്കൂ നിങ്ങൾ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നോക്കൂ, നമുക്ക് പരിചയമുള്ള, സ്ഥിരമായി നമ്മൾ ചൊല്ലാറുള്ള ഒരു ശരണവാക്കാണത്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്കെടുത്ത് നോക്കൂ നിങ്ങൾ. കൗസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വേണ്ട, അഊദു. എന്താ ഈ അഊദു എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു ആണല്ലോ, ശരണം തേടുന്നു. എന്നാൽ സഹോദരന്മാരെ, മലയാളത്തിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ അതിൻ്റെ 7 ആയത്തല്ല 700 ആയത്ത് പോലും എത്താൻ സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ അഊദു ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം?
അഊദു ബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട സഹോദരിമാരെ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ എന്താണ് പിശാജ് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അഊദുവെ മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഊദ് മാത്രം. എൻ്റെ സമയം വളരെ കുറവായതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ. എന്താണ് വിശുദ്ധ ഖുർആനിന്റെ ഭംഗി, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം? നോക്കൂ നിങ്ങൾ, അഊദു എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണേ. ഞാനൊരു ചെറിയ സംഗതി പറയാം. ഒരു ചെറിയ കുട്ടി, ഒരു 4 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലാണ്. ആ കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ഭീകരനായ ഒരു നായയെ കണ്ടു എന്ന് വിചാരിച്ച നായ കണ്ടു, അല്ലെങ്കിൽ കുട്ടി പേടിക്കുന്ന അപരിചിതമായ എന്തോ ഒരു വസ്തുവിനെ കണ്ടു. ഈ സമയത്ത് ഈ കുട്ടി വളരെയധികം പേടിച്ച് വിറച്ച് തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് തൻ്റെ മാതാവിനെ ശക്തമായി വാരിപ്പുണർന്ന് തൻ്റെ മാതാവിനെ പിടിച്ചു നിൽക്കുമ്പോഴുള്ളൊരവസ്ഥയുണ്ടല്ലോ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ആ ഒരവസ്ഥ, ഭയപ്പെട്ട് പേടിച്ച് അത്താണിയായി പൊന്നുമ്മയെ കെട്ടിപ്പിടിക്കുന്ന 4 വയസ്സുകാരൻ്റെ ചിത്രം അറബി ഭാഷയിൽ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു അതിനെ ഔദ് എന്ന് പറയാം. എല്ലാ നിലക്കുമുള്ള സുരക്ഷ. ആ മാതാവിൽ നിന്നും ആ കുട്ടിയെ വേർപെടുത്താൻ സാധിക്കുകയില്ല. എല്ലാ നിലക്കുമുള്ള എന്ത് പ്രയാസങ്ങൾ, ആ വന്ന പ്രയാസത്തിൽ നിന്നും എല്ലാ നിലക്കുമുള്ള സുരക്ഷയാണ്. അതിനാണ് അഊദു എന്ന വാക്ക് പറയാറുള്ളത് സാധാരണ, അല്ലെങ്കിൽ ഔദ് എന്ന വാക്ക് പറയാറുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഇത്തിക്കണ്ണി പിടിച്ചിട്ടുള്ള ആ മരവും ഇത്തിക്കണ്ണിയും തമ്മിലുള്ള ബന്ധം എന്താ? അത് പറിച്ചിട്ട ആളുകൾക്ക് അറിയാം, അത് പറിച്ചെടുക്കാൻ കഴിയൂല. ഔദ് എന്ന് സാധാരണ അറബിയിൽ ഇത്തിക്കണ്ണിക്ക് അല്ലെങ്കിൽ ആ പിടുത്തത്തിന് പറയുമെന്നാണ്. എന്തൊരു ബന്ധമാണത്! ആ നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട റബ്ബേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഞാനും എൻ്റെ റബ്ബേ ഞാൻ നിന്നോട് അങ്ങേ അറ്റമിതാ അടുത്തിരിക്കുന്നു. എനിക്ക് യാതൊരു രക്ഷയുമില്ല റബ്ബേ, നീ ഇല്ലാതെ. നീ എന്നെ ഒഴിവാക്കല്ല റബ്ബേ, ഒഴിവാക്കിയ ഞാൻ തകർന്ന് തരിപ്പണമായി റബ്ബേ എന്നാണ് ലോകത്തിന്റെ രക്ഷിതാവ് ലോകത്തിന്റെ മുമ്പിൽ അഊദു എന്ന വാക്കിലൂടെ, അഊദു ബി എന്ന വാക്കിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് അർത്ഥം പറഞ്ഞുകൊണ്ട് മനസ്സിലാവില്ല. ഇതാണ് അറബി ഭാഷയുടെ വാക്കിൻ്റെ അർത്ഥം, വാക്കിൻ്റെ കനം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു ഭാഗമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രാസം എന്നുള്ളത്. എന്ത് ഭംഗിയാണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, സൂറത്തുർ റഹ്മാൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുർ റഹ്മാൻ നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان السماء رفعها ووضع الميزان. എല്ലാം നൂനിലാണ് അവസാനിക്കും. എന്ത് ഭംഗിയാണ് സഹോദരന്മാരെ! ആർക്ക് സാധിക്കും ഇത്? എല്ലാം നൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു. തീർന്നിട്ട് ഒരുപാട് സൂറത്തുകൾ. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. എന്തൊരു ഭംഗിയാണ് സഹോദരന്മാരെ! ധാരാളക്കണക്കിന് ഇതുപോലുള്ള ആയത്തുകൾ നോക്കൂ. സൂറത്തുൽ ആദിയാത്ത് നമുക്കറിയാം. വൽ ആദിയാത്തി ളബ്ഹാ ഫൽമൂരിയാത്തി ഖദ്ഹാ, അങ്ങനെ പോകുന്നു. ധാരാളക്കണക്കിന് ആയത്തുകൾ, സൂറത്തുകൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സംവിധാനിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ദാലിമിൽ അവസാനിച്ചു. ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد.
ഇതുപോലെ ധാരാളക്കണക്കിന് സുഹൃത്തുക്കൾ, വിശദീകരിക്കാൻ സമയമില്ല സഹോദരന്മാരെ. ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്കറിയാമോ, അറബികളുടെ കൂട്ടത്തിൽ വളരെ മഹാനായ, ജാഹിലിയ അറബികളുടെ കൂട്ടത്തിൽ, കുഫാറുകളുടെ കൂട്ടത്തിൽ മഹാനായ ആളായിരുന്നു വലീദ് ഇബ്നു മുഗീറ. ഇദ്ദേഹം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബിയിൽ നിന്നോ കേൾക്കാനിടയായി. എന്നിട്ട് അതിൽ വശീകരണ അദ്ദേഹം ധാരാളം സമ്പത്ത് കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. സൂറത്തുൽ മുദ്ദസിറിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വജഅൽതു ലഹു മാലം മംദൂദാ വബനീന ശുഹൂദാ വമഹദ്തു ലഹു തംഹീദാ ثم يطمع أن أزيد. വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് അല്ലാഹ് പറയുകയുണ്ടായി, നാം അവന് ധാരാളം മക്കളെ കൊടുത്തു, ധാരാളം സമ്പത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു, ദുനിയാവിലെ വിഭവങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ടും ഉണ്ടാകണം, ഇനിയും ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അവൻ കേട്ടു. വിശുദ്ധ ഖുർആൻ അവൻ കേട്ടിട്ട് ഈ ധനാഢ്യനായ, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരുന്ന ഇവൻ മക്കയിലെ മുശ്രിക്കുകളോടൊന്ന് പറഞ്ഞു, ഇത് മുഹമ്മദ് വെറുതെ സംസാരിക്കുന്നതല്ല, ഇത് കവിതയല്ല, എനിക്കറിയാം, ഞാൻ കവിത കേട്ട് പരിചയമുള്ളയാളാണ്, ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. വലീദ് ഇബ്നു മുഗീറ പറയാണ്. ഈ സമയത്ത് ഖുറൈശികൾ ആക്ഷേപിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, ഈ മുസ്ലിം ആകാണെന്ന് ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചോദ്യശരങ്ങൾ ഖുറൈശികളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എഴുതിടാൻ തുടങ്ങിയ സമയത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر. ആരാണ്? വലീദ് ഇബ്നു. അവൻ ചിന്തിച്ചു, വീണ്ടും ചിന്തിച്ചു. അവൻ നശിച്ചു പോകട്ടെ, എന്തൊരു ചിന്തയാണ് അവൻ നടത്തിയത്. അവൻ ചിന്തിച്ച് ദുനിയാവിനും വേണ്ടി, ദുനിയാവിൻ്റെ അപ്പക്കഷ്ടത്തിനും വേണ്ടി അവൻ ثم نظر ثم عبس وبسر, അവൻ മുഖം ചുളിച്ചു. എന്നിട്ട് അവൻ ثم أدبر واستكبر, പിന്തിരിഞ്ഞ് അവൻ തിരിഞ്ഞു പോവുകയും ചെയ്തു. ഫഖാല, ഓൻ പറഞ്ഞതെന്താ? ഓൻ പറഞ്ഞിരുന്നു എന്ത്? ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളാണെന്ന് പറഞ്ഞയാൾ സ്വാധീനമുണ്ടായപ്പോ, അല്ലെങ്കിൽ ആളുകൾ മക്കയിലെ മുശ്രിക്കുകൾ തന്നെ പിരിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോ, ദുനിയാവ് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ ഓൻ പറഞ്ഞു, ഫഖാല, 24-ാമത്തെ ആയത്ത്, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇതൊരു സിഹിറാണ്. എന്ത്? ഇതൊരു സിഹിറാണ്. കാരണം അവർക്കറിയാം ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന്. എത്ര ആളുകൾ സഹോദരന്മാരെ, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ലാതെ ഒന്നുമല്ല. മാറ്റി പറഞ്ഞു, ചിന്തിച്ചു, മുഖം തിരിച്ചു, മുഖം ചുളിച്ചു, പിന്തിരിഞ്ഞു പോയി അവൻ. അതെ, അല്ലാഹ് പറഞ്ഞു, സഉസ്ലീഹി സഖർ, അവനെ നാം സഖറിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര അത്ഭുതകരമായ സംഗതി ആർക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഈ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ആയുധം സഹോദരന്മാരെ. ഈ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ നിയമാവലി സഹോദരന്മാരെ. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ചില പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് ചില വാക്കുകൾ നമ്മോട് പറയണം, ഗൗരവമായ വാക്കുകൾ. അതിന് ആ വാക്കിൻ്റെ അർത്ഥമെടുക്കേണ്ട ആവശ്യമില്ല, ആ വാക്ക് കേട്ടാൽ തന്നെ ഗൗരവം കിട്ടും. ഉദാഹരണം, ഒരു വാക്ക് കേട്ടാൽ അതിൻ്റെ ഒച്ചയിൽ നിന്നും, സൗണ്ടിൽ നിന്നും ഗൗരവം കിട്ടുന്നു. അത് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, എങ്ങനെ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. നോക്കൂ നിങ്ങൾ, സൽസല ഒരു വാക്കാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു വാക്ക്. സൽസല യുസൽസിലു മുസൽസല. നോക്കൂ, സിൽസാൽ എന്താണത്? പറയുമ്പോൾ തന്നെ എന്തോ ഒരു അപകടമുണ്ടതിൽ. എന്താ സൽസല എന്ന് പറഞ്ഞാൽ? പ്രകമ്പനം കൊള്ളുക എന്നർത്ഥം. പറയുമ്പോൾ തന്നെ പ്രകമ്പനമുണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, അല്ലേ? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോർവയാണത്. തീർന്നിട്ടില്ല. യൗമ തർജുഫുർ റാജിഫ, അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പ്രയോഗിക്കുകയുണ്ടായി. അതെ, റജഫ, യർജുഫു, നടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യൗമ തർജുഫുർ റാജിഫ. ചില സ്ഥലത്ത് കാണാം
അക്രമികളായ ആളുകളെ കുറിച്ച് അല്ല പറഞ്ഞിട്ട് കല്ല, അത് ഭാഷ അറിയേണ്ട അതിന്റെ അർത്ഥം. അക്രമികളുടെ തോന്നിവാസങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല പറയും കല്ല, വേണ്ട മനുഷ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗമാണ് ഇന്നഹ ലള, ഇന്നഹ ലള, വേണ്ട മനുഷ്യ, അത് തലയുടെ തൊലി വിരിച്ചു കളയുന്ന ലള എന്ന നരകമാകുന്നു അത്. നസ്സാഅതൻ ലിശ്ശവ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. ഈ നിലക്കൊക്കെ എല്ലാ നിലക്കും നോക്കൂ. മറ്റൊരു രീതി നമുക്കറിയാം, ആധുനിക പാഠ്യപദ്ധതി. ആധുനിക പാഠ്യപദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്, ഒരു കാര്യം ആദ്യം പറയും, നിങ്ങൾക്കറിയാമോ, ജിജ്ഞാസ വളർത്തും വിദ്യാർത്ഥികളിൽ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക പാഠ്യപദ്ധതിയെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ സൈക്കോളജിസ്റ്റുകളായ ആളുകൾ രൂപപ്പെടുത്തിയ ഒരുപാട് തിയറികൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അപ്ലൈ ചെയ്തു. നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം അതൊക്കെ, പക്ഷെ ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അൽ ഖാരിഅ, അല്ലാഹ് പറഞ്ഞു അൽ ഖാരിഅ മൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം. എന്താണ് ആ ഭയങ്കര സംഭവം എന്നറിയാമോ? അല്ലാഹ് ശ്രദ്ധ ക്ഷണിച്ചു ആദ്യം ആളുകളിൽ. വിശുദ്ധ ഖുർആനിന്റെ കനമറിയുന്ന, ഗാംഭീര്യമറിയുന്ന ആളുകൾക്ക് എന്താണ് റബ്ബേ ഭയങ്കര സംഭവം? ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ച് അല്ലാഹ് പറയാണ് വമാ അദ്റാക മൽ ഖാരിഅ, നിനക്കറിയാമോ എന്താണ് ആ ഭയങ്കര സംഭവം? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂത്ത്. പിന്നെ അല്ലാഹ് പറഞ്ഞു കൊടുത്തു എന്താണ് ഇത്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ശൈലിയാണ് സഹോദരന്മാരെ. ഓരോ വാക്കും, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും. സഉസ്ലീഹി സഖർ, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അവനെ സഖറിൽ പ്രവേശിപ്പിക്കും. വമാ അദ്റാക മാ സഖർ, എന്താണ് സഖർ എന്ന നരകം നിനക്കറിയാമോ? എന്താണ് സഖറിന്റെ പ്രത്യേകത? ലാ തുബ്ഖി വലാ തദർ, ആ നരകം ഒന്നും ബാക്കിയാക്കൂല. തുടച്ച് നോക്കി തുടച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി തിന്ന് തീർത്ത് ആ നരകം പിൻവാങ്ങുകയുള്ളൂ. ഒന്നും ബാക്കിയാക്കാത്ത സഖർ എന്ന നരകം. മനസ്സിലായില്ലേ? ഇത് ആരെ കുറിച്ച് പറഞ്ഞാന്നറിയോ? വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ മുഖം ചുളിച്ചു, തിരിഞ്ഞുപോയി അവൻ. അതെ, സഖറിലാണ് ഞാൻ അവരെ പ്രവേശിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ നിന്നും പിന്തിരിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലീദ് പിന്തിരിഞ്ഞ പോലെ നമ്മൾ പിന്തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ശരി തന്നെ. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും നമ്മളും എവിടെയാണ്? നാവ് കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞിട്ടില്ല. പക്ഷേ പ്രവർത്തനം കൊണ്ടോ? ഈ പറയുന്ന ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിലാണോ? വിശുദ്ധ ഖുർആനിന്റെ നിയമത്തിലാണോ? ലോകത്ത് അള്ളാഹുവിന്റെ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടയതമ്പുരാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ വചനങ്ങളാണ് ഇത് എന്ന് ലോകം ഒട്ടുക്കെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഏതേത് മൈക്രോ മേഖലകളുണ്ടോ അതെല്ലാം മറ്റൊരു ഇതുപോലുള്ള വേദഗ്രന്ഥമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദർശനങ്ങളോ ഒന്നിനും അതേ അവകാശപ്പെടാനില്ലാത്ത വിശുദ്ധ ഖുർആൻ ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മനുഷ്യന്റെ പ്രകൃതി അറിയുന്ന, ആകാശങ്ങളെ കുറിച്ചറിയുന്ന, ഭൂമിയെ കുറിച്ചറിയുന്ന, ജിന്നുകളെയും മനുഷ്യന്മാരെയും കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ മലിക്കുൽ ജബ്ബാറായ നാഥന്റെ സംസാരങ്ങൾ, പ്രയോഗങ്ങൾ, വാക്കുകളെല്ലാം കൃത്യമാണ്. ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. അറബി പടുക്കൾക്കോ ഭാഷ പടുക്കളായ ആളുകൾക്കോ സാധിച്ചിട്ടില്ല എന്ന് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്കറിയാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതിൻ്റെ പ്രയോഗങ്ങൾ, ഇതിൻ്റെ രീതികൾ, ഇതിൻ്റെ ആശയം, ഇതിൻ്റെ ആദർശം, ഇതുമായി ബന്ധപ്പെട്ടാൽ എന്ത് സംഗീതം സഹോദരന്മാരെ, എന്ത് മ്യൂസിക്, ഇത് ശരീരത്തിൽ, ഇത് തൻ്റെ നെഞ്ചിലേക്ക്, കൽബകത്തേക്ക് ഇറങ്ങിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേണ്ട നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ, എന്തൊരു ഭംഗിയുള്ള ആയത്തുകൾ. ഞാൻ ഒന്ന് മാത്രം സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 26-ാമത്തെ ആയത്ത്. എന്ത് ഭംഗിയുള്ള ആയത്തുകളാണ്. ധാരാളം, ഞാൻ ഒരുപാട് ആയത്തുകൾ പാരായണം ചെയ്തു, അല്ലേ? വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും. അല്ലാഹ് പഠിപ്പിക്കുകയുണ്ടായി, الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. എന്തൊരു ഭംഗിയാണ് സഹോദരന്മാരെ.
الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. ഇതൊരായത്തല്ല, ഇതുപോലുള്ള ഒരായത്തല്ല, ധാരാളക്കണക്കിന് ആയത്തുകൾ സഹോദരന്മാരെ, ധാരാളക്കണക്കിന് ആയത്ത്. എന്ത് ഭംഗിയാണത്, എന്തൊരു ഈണമാണതിന്, എന്തൊരു ഹലാവത്താണതിന്, മധുരമാണതിന്. എല്ലാ നിലക്കും അത്ഭുതകരമാണ് സഹോദരന്മാരെ. അടുക്കാൻ പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ? തയ്യാറുണ്ടോ? ആകാശത്തിന് താഴെയുള്ള എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കാൻ നെട്ടോട്ടമോടുന്നു നമ്മൾ. കോഴ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു, ലക്ഷങ്ങൾ നമ്മൾ പൊടിച്ചു കളയുന്നു. പക്ഷേ ലോകം മുഴുവൻ ആവാഹിക്കേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, നാളത്തെ പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന ഈ വിശുദ്ധ ഖുർആൻ, അത് ആഴ്ചയിൽ ഒരു മണിക്കൂർ, അരമണിക്കൂർ, അതേ തൻ്റെ കയ്യിൽ വളരെ വലിയ വിലപിടിപ്പുള്ള സംവിധാനങ്ങളുള്ള മൊബൈലുകൾ ഉണ്ടായിട്ട്, പാം ടോപ്പ് മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, അതേപോലെ തന്നെ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ട് എന്തിനു ഉപയോഗിച്ചടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലേ, ഖിറാഅത്തുകൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. കേൾക്കാൻ തയ്യാറുണ്ടോ? പരിഭാഷകൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. പഠിക്കാൻ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആനിനെ അറിയാൻ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആനിനെ അടുപ്പിക്കാൻ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഗന്ധിയാക്കി മാറ്റാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ ഖുർആൻ വിളിക്കുകയാണ്, വരൂ, നിങ്ങൾ വരൂ. സ്വർഗത്തിന്റെ പാതയിലേക്ക് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുകയാണ് സഹോദരന്മാരെ. ഈ നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. ഇത് കവിതയേക്കാൾ നോക്കൂ നിങ്ങൾ. ലബീദ് ബിൻ റബീഅ, അദ്ദേഹം വളരെ വലിയ കവിയായിരുന്നു. മുഅല്ലഖാത്ത് സബയിൽപ്പെട്ട ഒരു കവിയായിരുന്നു അദ്ദേഹം. ജാഹിലിയത്തിൽ വളരെ അറിയപ്പെട്ട കവി. അദ്ദേഹത്തോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലബീദ്, താങ്കളുടെ ഒരു കവിത കേൾക്കട്ടെ. മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. താങ്കളുടെ ഒരു കവിത കേൾക്കട്ടെ ലബീദ്. അദ്ദേഹം സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലബീദേ, ഞാൻ കവിതയെക്കുറിച്ചാണ് ചോദിച്ചത്. ഈ സമയത്ത് ലബീദ് ബിൻ റബീഅ പറഞ്ഞു, ഉമർ, ഞാൻ സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആൽ ഇംറാനും പഠിച്ച് അള്ളാഹ് എന്നെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ കവിത ചൊല്ലിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഭംഗിയുള്ള ആയത്തുകൾ, മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ആയത്തുകൾ, ആശയങ്ങൾ, വാക്കുകൾ, അതേപോലെ തന്നെ അർത്ഥതലങ്ങൾ, എനിക്ക് കവിത പാരായണം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് ലബീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനിൻ്റെ പഠനം, ഖുർആനിൻ്റെ പാരായണം, ഖുർആനിൻ്റെ ഭാഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് നാളത്തെ ലോകത്ത് ജീവിക്കാൻ, അതേപോലെ തന്നെ നല്ല ജീവിതം കിട്ടാൻ നമുക്ക് കരണീയമായിട്ടുള്ളത്. അല്ല, ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല ജീവിതം ജീവിക്കാൻ, നല്ല നിലക്ക് തൻ്റെ ജീവിതത്തിനെ കേടുകളില്ലാതെ, പുഴുക്കുത്തുകളില്ലാതെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ, വഴി നടത്താൻ ലോകത്തിന്, കുടുംബത്തിന്, രാഷ്ട്രത്തിന്, ഓരോ വ്യക്തികൾക്കും വിശുദ്ധ ഖുർആൻ അതിൻ്റെ വെളിച്ചമല്ലാതെ ആർക്കും മറ്റൊരു പരിഹാരം പറയാനില്ല. പഠിക്കണേ, മനസ്സിലാക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.